നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ചിറങ്ങരയിൽ പുലിയെ പിടിക്കാൻ കൂടുവച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. കൊടകര നാഷണൽ ഹൈവേ പീപ്പിൾസ് ഹോസ്പിറ്റൽ സർവീസ് റോഡിന് സമീപം മാലിന്യം ചാക്കിൽ തള്ളിയ സ്ഥാപനത്തിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ കമ്പനിയുടെ മേച്ചിൽ ഷീറ്റിൽ കമ്പനിയുടെ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ കോട്ട മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഉടമയുടെ മകനും സഹായിയും അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ചിറങ്ങരയിൽ പുലിയെ പിടിക്കാൻ കൂടുവച്ചു. ഇതോടെ നാട്ടുകാരുടെ പുലിപ്പേടിക്ക് അവസാനമാകുമോ എന്ന ആശങ്ക ഇപ്പോഴുമുണ്ട്. കോതമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന കൂട്ടിൽ പഞ്ചായത്ത് അംഗം വർഗീസ് പയ്യപ്പള്ളിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരായ 2 പേർ ചേർന്ന് വാങ്ങി നൽകിയ ആടിനെ കെട്ടിയാണ് കൂടുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 14-ാം തീയതി ചിറങ്ങരയിൽ പുലിയെത്തി നായയെ കൊണ്ടുപോയ വീടിന്റെ പുറകിലെ പറമ്പിലാണ് കൂടുവച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ പുലിയെ കണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ പരിശോധനയിലോ നിരീക്ഷണ ക്യാമറകളിലോ പുലിയുടെ സ്വാധീനം കണ്ടെത്താൻ സാധിച്ചില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു കൂടുകൂടി വയ്ക്കുമെന്ന് അധികൃതർ പറഞ്ഞു. റേഞ്ച് ഓഫീസർ ജിഷ്മ, അസിസ്റ്റന്റ് DFO അസീസ്, സാബു, RRT പ്രവർത്തകരായ വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ KR സുമേഷ്, വർഗീസ് പയ്യപ്പള്ളി, ഗ്രേസി സക്കറിയ എന്നിവരും സ്ഥലത്തെത്തി. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു. വാർഡ് മെമ്പർ ഷീല ശിവരാമന്റെ പശുക്കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. 4 മാസം പ്രായമായ പശുക്കുട്ടിയുടെ കഴുത്തിന് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇവരുടെ പാടിക്ക് പുറകിലെ തൊഴുത്തിലാണ് പുലി ഇറങ്ങിയത്. പശുക്കളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും പുലി സമീപത്തെ തോട്ടത്തിലേക്ക് കടന്നതായി പറയുന്നു. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകരെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പശുക്കുട്ടിയുടെ കഴുത്തിലെ മുറിവുകൾ പരിശോധിച്ചതിൽ പുലിയാണ് ആക്രമിച്ചതെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. 2 മാസം മുൻപ് ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. 3-ാം തവണയാണ് ഇവരുടെ തൊഴുത്തിൽ പുലി ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷം പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് പൊതു ഇടങ്ങളിലും നാഷണൽ ഹൈവേ റോഡ് സൈഡിലും മെഗാ ശുചീകരണം നടത്തിയതിനു ശേഷം വീണ്ടും കൊടകര നാഷണൽ ഹൈവേ പീപ്പിൾസ് ഹോസ്പിറ്റൽ സർവീസ് റോഡിന് സമീപം മാലിന്യം ചാക്കിൽ തള്ളിയ സ്ഥാപനത്തിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ MA, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിഥിൻ ദേവസി, VEO മനേഷ് CK, ക്ലർക്ക് രാജു KU, സ്ക്വാഡ് അസിസ്റ്റന്റ് രോഹിത് കൃഷ്ണ എന്നിവരടങ്ങിയ വിജിലൻസ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. ചാക്കിൽ നിന്നും കിട്ടിയ രേഖകൾ അനുസരിച്ച് കൊടകരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. തുടർന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അറിയിച്ചു. മാർച്ച് മാസത്തിൽ ഇതുവരെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിനും കത്തിച്ചതിനും 65,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ അറിയിച്ചു. തൃശൂർ CMS LP സ്കൂളിൽ UKG കുട്ടികൾക്ക് ബിരുദദാനം നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുട്ടികളെ ബിരുദദാനം നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് ഗ്രാജുവേഷൻ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. ക്ലാസ് ടീച്ചർ ദിവ്യ, രക്ഷിതാക്കൾ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രമുഖ കമ്പനിയുടെ മേച്ചിൽ ഷീറ്റിൽ കമ്പനിയുടെ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ കോട്ട മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഉടമയുടെ മകനും സഹായിയും അറസ്റ്റിൽ. കമ്പനി ഉടമയുടെ മകനും നടത്തിപ്പുകാരനുമായ ചാലക്കുടി കൈത്താരത്ത് മണപ്പുറം വീട്ടിൽ സ്റ്റീവ് ജോണിനെയും കമ്പനി മെഷീൻ ഓപ്പറേറ്റർ ചായപ്പൻകുഴി സ്വദേശി പറയപ്പറമ്പിൽ വീട്ടിൽ സിജോ എബ്രഹാമിനെയും ചാലക്കുടി SI ഋഷിപ്രസാദ് അറസ്റ്റ് ചെയ്തു.
മഹാരാഷ്ട്രയിലെ മുംബൈ ബാന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന JSW സ്റ്റീൽ കോട്ടിംഗ് കമ്പനി ലോഗോ വ്യാജമായി റൂഫിംഗ് ഷീറ്റുകളിൽ പതിച്ച് നിർമ്മാണവും വിതരണവും നടത്തിയ ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിച്ചുവരുന്ന മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഗോഡൌണിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് വ്യാജ ഷീറ്റുകൾ പിടികൂടിയത്. കമ്പനിക്കു വേണ്ടി ചെന്നൈ സ്വദേശി മണി അരവിന്ദ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച പോട്ടയിലെ മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വ്യാജമായി നിർമ്മിച്ച 43ഓളം റൂഫിംഗ് ഷീറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കമ്പനിയുടെ ലോഗോ മുദ്ര പതിപ്പിച്ച് കൂടിയ വിലയ്ക്ക് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നും നിലവാരം കുറഞ്ഞ ഷീറ്റ് ആയതിനാൽ പെട്ടെന്ന് കേടുവരുന്നതിനാൽ തങ്ങളുടെ കമ്പനിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി നിരവധി പരാതികൾ ഉപഭോക്താക്കൾ നൽകിയതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ ശ്രമം നടത്തിയതെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോട്ടയിലെ മണപ്പുറം റൂഫിംഗ് കമ്പനിയിൽ നിന്നും റൂഫിംഗ് ഷീറ്റുകൾ വാങ്ങി കബളിപ്പിക്കപ്പെട്ടതായി മുൻപും പരാതികൾ ഉയർന്നിരുന്നു. അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. SIമാരായ ഋഷിപ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ യാക്കൂബ്, മുരുകേഷ് കടവത്ത്, പോലീസുകാരായ ബിനു പ്രസാദ്, പ്രദീപ് N, ആൻസൺ പൌലോസ്, വർഷ S എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനോ വ്യാജ ലോഗോ ഷീറ്റുകൾ ഉപയോഗിച്ച് എത്ര നാളായി വിൽപ്പന നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ അന്വേഷണം നടത്താൻ തയ്യാറാകാതെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ അയൽക്കൂട്ട സംഗമം അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാൽ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി കുടുംബശ്രീ CDS ചെയർപേഴ്സൺ നടാഷ വിജയൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ആദർശ് P. ദയാൽ സ്വാഗതവും കുടുംബശ്രീ ആനിമേറ്റർ രമ്യ നന്ദിയും അറിയിച്ചു. അടിച്ചിൽത്തൊട്ടി ഉന്നതിയിലെ മൂപ്പനെയും ഏറ്റവും പ്രായം കൂടിയ കുടുംബശ്രീ അംഗത്തെയും ആദരിച്ചു. ഷോളയാർ, വാഴച്ചാൽ, പെരുമ്പാറ, അടിച്ചിൽത്തൊട്ടി എന്നീ ഉന്നതിയിൽ നിന്ന് 75ഓളം കുടുംബശ്രീ അംഗങ്ങൾ പരിപാടിയുടെ ഭാഗമായി. വിവിധ ഉന്നതിയിൽ നിന്നും തനത് നൃത്തങ്ങളും പാട്ടുകളും അരങ്ങേറി. ഉന്നമനത്തിനും കൂട്ടായ്മ ഉയർത്തുന്നതിനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചത്. മാളയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. മാള പള്ളിപ്പുറം ചെന്തുരുത്തി സ്വദേശി അറക്കപ്പറമ്പിൽ 58 വയസ്സുള്ള രവിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30 മാള KSRTC സ്റ്റാൻഡിന് സമീപമാണ് അപകടം. പരിക്കേറ്റ രവിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി തലയ്ക്ക് പരിക്കുപറ്റിയിരുന്നു. മാളയിലെ ഡെന്നിസൺ ചാക്കോ ഡെന്റൽ ക്ലിനിക്കിലെ മാനേജറായിരുന്നു രവി. സ്ഥാപനം തുറന്ന ശേഷം മറ്റൊരാവശ്യത്തിന് പൊയ്യയിലേക്ക് പോകുന്നതിനിടെ മാളയിലേക്ക് വരികയായിരുന്ന കാർ രവി സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറങ്ങരയിൽ പുലിയെ പിടിക്കാൻ കൂടുവച്ചു. പാലപ്പിള്ളി കുണ്ടായിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ ആക്രമിച്ചു.
കൊടകര നാഷണൽ ഹൈവേ പീപ്പിൾസ് ഹോസ്പിറ്റൽ സർവീസ് റോഡിന് സമീപം മാലിന്യം ചാക്കിൽ തള്ളിയ സ്ഥാപനത്തിന് പിഴ ചുമത്തി കൊടകര പഞ്ചായത്ത്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ കമ്പനിയുടെ മേച്ചിൽ ഷീറ്റിൽ കമ്പനിയുടെ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ കോട്ട മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഉടമയുടെ മകനും സഹായിയും അറസ്റ്റിൽ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.